ജോസഫ് വിൻഡോ വഴി പുറത്തെ മഴയെ നോക്കിയിരിക്കുന്നു. അതേസമയം ഒരു ലേഡി തന്റെ മകളോടൊപ്പം കാറിൽ വരുന്നു. മകളുടെ ഫേസ് കണ്ടാൽ അവൾ അത്ര ഹാപ്പി അല്ല. അവർ ആ ബിൽഡിങ്ങിന് മുന്നിൽ കാർ നിർത്തി ഒരു ബോക്സുമായി ഇറങ്ങി വരുന്നു. ആക്ച്വലി ഇതൊരു ചിൽഡ്രൻസ് ഹോം ആണ്. ആ കുട്ടിയുടെ പഴയ ടോയ്സ് ഡൊണേറ്റ് ചെയ്യുന്നതിനാണ് അവർ വന്നിരിക്കുന്നത്. അവൾ കൂടെ അവിടെ വെച്ചിട്ട് അമ്മയ്ക്കൊപ്പം അകത്തേക്ക് കയറുന്നു. ടോയ്സ് കൊടുക്കാൻ ഇഷ്ടമില്ലാതെയാണ് അവൾ വന്നതെങ്കിലും ടോയ്സ് കണ്ട് മറ്റു കുട്ടികൾ ഹാപ്പി ആവുന്നത് കണ്ട് അവളും ഹാപ്പി ആവുന്നു. അവൾ നോക്കുമ്പോൾ അവിടെ വെച്ചിരുന്ന കുട കാണുന്നില്ല. തറയിൽ വെള്ളം വീണ് കിടക്കുന്നത് കണ്ട് അവൾ അത് ഫോളോ ചെയ്തു വരുന്നു. നോക്കുമ്പോൾ ജോസഫ് ആ കുട അവന്റെ അലമാരയിൽ വെച്ച് ലോക്ക് ചെയ്യുകയാണ്. ഇവൾ വന്നത് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അലമാരയിൽ നിന്ന് ബുക്സ് വന്നു വീഴുന്നു. ശബ്ദം കേട്ട് അവളുടെ അമ്മയും ചിൽഡ്രൻസ് ഹോമിന്റെ ചുമതലയുള്ള ലേഡിയും മുകളിലേക്ക് വരുന്നു. അമ്മയോട് അവൾ കാര്യം പറയുന്നു. ഉടനെ ഇവൻ ആ കുട അവൾക്ക് തിരികെ കൊടുത്തുകൊണ്ട് അവന്റെ കഥ പറയുന്നു. ഇവനും അച്ഛനും അഭയാർത്ഥികളായി ഇവിടെ എത്തിയതാണ്. അദ്ദേഹത്തിന്റെ കയ്യിലും ഇതുപോലെ ഒരു കുടയുണ്ടായിരുന്നു. തന്റെ മകന് ഒരു നേരത്തെ ആഹാരം വാങ്ങി നൽകാൻ പോലും ആ അച്ഛന് കഴിയുന്നില്ല. അതുകൊണ്ട് വളരെയധികം വിഷമത്തോടെ അവനെ ആ ചിൽഡ്രൻസ് ഹോമിലാക്കി അദ്ദേഹം പോകുന്നു. ഇത് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങിയതും അവൾ ആ കുട അവന് തിരികെ കൊടുക്കുന്നു. അവൻ ഹാപ്പി ആവുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ജോസഫിനെ കാണിക്കുന്നു. വളരെയധികം പ്രായമായി ഒരു മുത്തശ്ശനായി മാറിയിരിക്കുന്നു. തന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായി ഒരു അംബ്രല്ല ഷോപ്പ് നടത്തുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ മഞ്ഞ കുടയും ചൂടി അച്ഛൻ നടന്നു പോകുന്നത് ജോസഫ് കാണുന്നു. പുറകെ വരുമ്പോൾ സ്ലിപ്പായി തറയിൽ വീഴുന്നു. അച്ഛന്റെ രൂപം മാഞ്ഞു പോകുന്നു. നോക്കുമ്പോൾ ഒരു മുത്തശ്ശി വന്ന് ജോസഫിനെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോകുന്നു. ആക്ച്വലി അത് ജോസഫിനെ ഓർഫനേജിൽ വെച്ച് കുട നൽകിയ ആ പെൺകുട്ടിയാണ്.